أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് മെയ് ദിനമാണ്, അന്തർദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ ബാധ്യതകളും ഇസ്ലാമിക അടിത്തറയിൽ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദ്യം എന്താണ് ഈ മെയ് ദിനം എന്ന് ഹ്രസ്വമായിട്ടൊന്ന് വിശദീകരിക്കാം. 1886 മെയ് 1 അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹെയ് മാർക്കറ്റിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭത്തിന്റെയും പിന്നീടുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെയും സ്മരണയിൽ അയവിറക്കുന്ന ദിവസമാണ് മെയ് ദിനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തൊഴിലാളികളുടെ അവകാശ ദിനമായിട്ടാണിത് ആചരിക്കുന്നത്. സഹോദരങ്ങളെ, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വേതനം, 8 മണിക്കൂർ വിശ്രമം എന്ന തൊഴിൽ സമയ വിഭജനം ആധുനിക കാലത്ത് തത്വത്തിലെങ്കിലും അംഗീകരിക്കപ്പെട്ടത് ഹെയ് മാർക്കറ്റ് സംഭവത്തിന് ശേഷമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ആ ഡേറ്റ് ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ തൊഴിലിനെയും തൊഴിലാളിയെയും അവരുടെ അവകാശങ്ങളെയും തൊഴിലാളി മുതലാളി ബന്ധങ്ങളെയും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ഹ്രസ്വമായി ഒന്ന് വിശകലനം ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്തുന്നത്. നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൽ തൊഴിലിന് വലിയ മഹത്വമാണുള്ളത്. ഏത് തൊഴിലാണെങ്കിലും അനുവദനീയമായ എല്ലാ തൊഴിലിനും ഇസ്ലാമിന് വലിയ മഹത്വമാണുള്ളത് എന്നാണ്. അധ്വാനിക്കാൻ ശേഷിയുണ്ടായിട്ടും അലസന്മാരായി മടിയന്മാരായി കഴിയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ശരിയായ നടപടിയല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറ അൽ ജുമുഅയിലെ ഒരു വചനം. അല്ലാഹു പറയാൻ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്നല്ലേ, ദരിദ്രന്മാരുടെ അഗതികളുടെ ഹജ്ജാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ആരാധനയാണ്. ഓരോ വിശ്വാസിക്കും നിർബന്ധമായ ഫർള് ഐനായ ആരാധനയാണ് യഥാർത്ഥത്തിൽ യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. യൗമുൽ ജുമുഅയിലെ നമസ്കാരവും അതിന് മുന്നോടിയായിട്ടുള്ള ഖുത്ബ ശ്രവിക്കലുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പ്രാധാന്യം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഖുർആൻ പറയാണ്. അതിന്റെ ഗൗരവം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയാണ്, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ ഇരിക്കണമെന്നില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം തേടിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ വ്യത്യസ്ത തൊഴിലുകളിലും കച്ചവടങ്ങളിലും നിങ്ങൾ ഏർപ്പെടണമെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ തൊഴിൽ ചെയ്യുമ്പോഴും നിങ്ങൾ അള്ളാഹനെ മറന്നു പോകാൻ പാടില്ല. കച്ചവടം ചെയ്യുമ്പോഴും നിങ്ങൾ അള്ളാഹനെ മറന്നു പോകാൻ പാടില്ല. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം, നിങ്ങൾ വിജയികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ തൊഴിൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം, അത് വിശ്വാസികൾ ചെയ്യണം. അവരുടെ കുടുംബത്തിന്, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, അവരുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലിൽ എല്ലാ വിശ്വാസിയും ഏർപ്പെടണം. എല്ലാ വിശ്വാസിയും എന്നല്ല, എല്ലാ മനുഷ്യരും, എല്ലാ പൗരന്മാരും ഏർപ്പെടണം എന്നുള്ളതാണ്.
അതാണല്ലോ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നബയിലും അല്ലാഹു പറഞ്ഞത്, വജഅൽനന്നഹാറ മആശാ, നിങ്ങൾക്ക് പകലുകളെ ജീവിതായോധനത്തിനുള്ള വേളകളാക്കി മാറ്റിയിരിക്കുന്നു. ജീവിതോപാധി തേടിപ്പോകാനുള്ളതാണ് പകലുകൾ. പകലിലും കിടന്നുറങ്ങി സമയം കളയരുത്. അവിടെ എന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്നീല അംഖുതു റജുല അൻ നറാഹു ഫാരിഗാ. ആരോഗ്യം ഉണ്ടായിട്ട് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ വെറുതെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് വെറുപ്പാണ്, അവരെനിക്ക് ഇഷ്ടമല്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ലൈസ ഫീ ശൈഇൻ മിൻ അമലി ദുനിയാ വലാ അമലിൽ ആഖിറ. ഇഹത്തിലോ പരത്തിലോ ഉപകാരപ്പെടുന്ന ഒരു കർമ്മവും ഒരു പ്രവൃത്തിയും ഒരു ജോലിയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ആളുകൾ, ആരോഗ്യമുണ്ടായിട്ടും ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ആളുകളോട് എനിക്ക് വെറുപ്പാണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, വലിയ പ്രാധാന്യം തൊഴിലിനുണ്ട്. അധ്വാനമാണ് ലോകത്തെ വളർത്തുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതോടൊപ്പം തന്നെ ഇമാം ഇബ്നു ഖൽദൂൻ, ഇവരെല്ലാം തന്നെ തൊഴിലിന്റെ പ്രാധാന്യത്തെ ഉണർത്തിക്കൊണ്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹം സാമൂഹ്യ ശാസ്ത്ര വിശകലനം നടത്തുന്ന ഒരു വലിയ ചിന്തകൻ കൂടിയാണ്. ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ വിശദീകരിക്കുകയാണ്. മുഖദ്ദിമ എന്ന് പറയുന്ന DC ബുക്സ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പരിഭാഷ ആ കൃതിയിൽ അദ്ദേഹം പറയുകയാണ്, വഅലം അന്നൽ കസ്ബ, വഅലം നിങ്ങൾ അറിയണം, അന്നൽ കസ്ബ നിശ്ചയം അധ്വാനം എന്ന് പറയുന്നത്, നിശ്ചയം ലാഭം എന്ന് പറയുന്നത്, കസ്ബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, ലാഭം. ഇബ്നു ഖൽദൂൻ വിശകലനം ചെയ്യുകയാണ്, വഅലം അന്നൽ കസ്ബ, നിങ്ങൾ അറിയണം, നിശ്ചയം ലാഭം എന്ന് പറയുന്നത് ഹുവ ഖീമത്തുൽ അമാൽ, അത് അധ്വാനത്തിന്റെ മൂല്യമാണ്. അധ്വാനത്തിന്റെ മൂല്യമാണ് ലാഭം. അതുകൊണ്ട് നിങ്ങൾ അധ്വാനത്തിൽ ഏർപ്പെടണേ എന്ന് ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് പറയാണ്. ഹുവ ഖീമത്തുൽ അമാലിൽ ബശരിയ്യ, ലാഭം എന്ന് പറയുന്നത് മനുഷ്യാധ്വാനത്തിന്റെ മൂല്യമാണ്. അതുകൊണ്ട് അധ്വാനത്തിൽ ഏർപ്പെടണേ. ഫൈദൻ ഖതഅത്തിൽ അമാലു ഇൻഖതഅത്തിൽ അർസാഖ് വഫസദൽ ഉംറാൻ, അധ്വാനം നിലച്ചു പോയാൽ പിന്നെ ഭക്ഷണം കിട്ടൂല, ഭക്ഷണം നിലച്ചു പോകും. എന്ന് മാത്രമല്ല, നാഗരികത അതിലൂടെ തകർന്നു പോകും. അധ്വാനം നിലച്ചു പോയാൽ ഭക്ഷണം കിട്ടൂല എന്ന് മാത്രമല്ല, നാഗരികത അതിലൂടെ തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ അധ്വാനത്തിൽ ഏർപ്പെടണേ. ലാഭം എന്ന് പറയുന്നത് അധ്വാനത്തിന്റെ മൂല്യമാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ. വലിയ പ്രാധാന്യം ഇസ്ലാമിൽ അധ്വാനത്തിനുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ വിശദീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ഒരിക്കൽ പൂർണ്ണമായും അല്ലാഹുവിൽ സമർപ്പിച്ച ഒരു വ്യക്തിയെ കാണാനിടയായി. അദ്ദേഹം മുഴു സമയവും ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ആരാധനയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടും. എപ്പോഴും ആത്മീയമായ പ്രവർത്തനങ്ങളിൽ സുഹൃതങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ. ഈസാ അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളിങ്ങനെ ധാരാളം ഇബാദത്തുകളും അമലുകളൊക്കെ ഇങ്ങനെ നിർവഹിച്ച് മുന്നോട്ട് പോവല്ലേ, ധാരാളം ആരാധനകളൊക്കെ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവല്ലേ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്? നിങ്ങളൊരു ജോലിയിലൊന്നും ഏർപ്പെടുന്നത് ഞാൻ കാണുന്നില്ല, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരൻ ജോലി ചെയ്ത് അദ്ദേഹം എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ തഖ്വയുള്ളയാള്, ഭക്തിയുള്ള ആള് നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ദൈവ സാമീപ്യമുള്ള ആളും നിങ്ങളുടെ സഹോദരനാണ്. ഞാൻ എൻ്റെ സഹോദരൻ ഭക്ഷണം തരുമ്പോ അത് ഭക്ഷിക്കും. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എൻ്റെ സഹോദരൻ ജോലി ചെയ്യും, അദ്ദേഹം എനിക്ക് ഭക്ഷണം വന്നു തരും. നല്ല ചെറുപ്പക്കാരനാണ്, പക്ഷെ ജോലിക്കൊന്നും പോകുന്നില്ല. അയാളോടാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്, എങ്കിൽ നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾ എത്ര നിസ്കരിച്ചാലും, നിങ്ങൾ എത്ര നോമ്പെടുത്താലും, നിങ്ങൾ എത്ര ആരാധനകൾ നിർവഹിച്ചാലും, അത് മാത്രമല്ല സുഹൃത്ത് എന്ന് പറയുന്നത്, അധ്വാനത്തിൽ ഏർപ്പെടലും സുഹൃതാണ്. നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളെക്കാൾ കൂടുതൽ ദൈവഭക്തിയുള്ളവൻ, തഖ്വയുള്ളവൻ, നിങ്ങളെക്കാൾ കൂടുതൽ ദൈവ സാമീപ്യമുള്ളവൻ, അള്ളാഹുവിനോട് സാമീപ്യമുള്ളവൻ നിങ്ങളുടെ സഹോദരനാണെന്ന് ഈസാ അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യായിൽ പറയുന്നുണ്ട്. സഹോദരങ്ങളെ,
ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യഖുദന്ന അഹദുക്കും അൻ തലബി റിസ്ഖ്, അധ്വാനിക്കാതെ മനുഷ്യരെ നിങ്ങൾ വീട്ടിലിരിക്കരുത്. വയഖൂലു അല്ലാഹുമ്മ അർസുഖ്നി അല്ലാഹുമ്മ അർസുഖ്നി, വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയും, പടച്ചോനെ എനിക്ക് ഭക്ഷണം നൽക്, പടച്ചോനെ എനിക്ക് ഭക്ഷണം നൽക്. ഒരു പണിയും ചെയ്യൂല, ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് അല്ലാഹുമ്മ അർസുഖ്നി അല്ലാഹുമ്മ അർസുഖ്നി എന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം പോരാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വഖദ് അലിമ അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, നിശ്ചയം ഇങ്ങനെ അലസന്മാരായി വീട്ടിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ആകാശം സ്വർണമോ വെള്ളിയോ വർഷിക്കുകയില്ല. ആകാശത്തിൽ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മഴ പെയ്യുമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. അതുകൊണ്ടൊരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കരുതെന്ന് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, തൊഴിലിന് വലിയ മഹത്വം ഇസ്ലാമിലുണ്ട്. ഈ സംഭവങ്ങളെല്ലാം, മേൽപ്പറഞ്ഞ ഉദ്ധരണികളെല്ലാം സൂചിപ്പിക്കുന്നത് തൊഴിലിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ. എന്നാൽ ആധുനിക പാശ്ചാത്യ സാമ്പത്തിക വീക്ഷണ പ്രകാരമുള്ള തൊഴിലല്ല ഇസ്ലാമിക വീക്ഷണത്തിലെ തൊഴിൽ എന്ന് പറയുന്നത്. പാശ്ചാത്യ വീക്ഷണത്തിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന എല്ലാത്തരം മാനസികവും ശാരീരികവുമായ പരിശ്രമങ്ങളുമാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനം അത് നല്ലതായാലും ചീത്തയായാലും മനുഷ്യന് വേണ്ട എന്ത് സേവനങ്ങളും അത് ഗുണപ്രദമാണെങ്കിലും അത് ദോഷകരമാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുക എന്ന അർത്ഥത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉൽപാദനവും ലൈംഗിക തൊഴിലാളികളുടെ സേവനങ്ങളുമെല്ലാം ആധുനിക പാശ്ചാത്യ മുതലാളിത്ത വീക്ഷണപ്രകാരം തൊഴിലാണ്. പക്ഷെ ഇസ്ലാമിൽ അത് തൊഴിലാവൂല. അതിനെ തൊഴിലായിട്ട് ഇസ്ലാം മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ തൊഴിൽ എന്നത് അള്ളാഹുവിനുള്ള വഴിപ്പെടലിന്റെ അഥവാ ഇബാദത്തിന്റെയും അമലിന്റെയും ഭാഗമാണ്. തൊഴിലാണെങ്കിലും ഇബാദത്തിന്റെയും അമലിന്റെയും ഭാഗമാണ്. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു, ഞാൻ അധ്യാപകനായി സ്കൂളിലേക്ക് പോകുന്നു, എനിക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഞാൻ യഥാർത്ഥത്തിൽ അതിലൂടെ അള്ളാഹുവിനെ വഴിപ്പെടുകയാണ്. സമൂഹത്തിൽ ആവശ്യമാണ് അധ്യാപകർ. ഓഫീസുകളിൽ ആളുകൾ ജോലി ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ നടക്കണം, അത് ആവശ്യമാണ് സമൂഹത്തിൽ. അങ്ങനെ ആവശ്യമായ കാര്യങ്ങളെല്ലാം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ മാറുക എന്നത് എന്റെ ജീവിതത്തിൽ ഒരു ഫർള് കിഫായ, ഒരു സാമൂഹ്യ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്. അതാണ് സത്യവിശ്വാസിയുടെ തൊഴിൽ എന്ന് പറയുന്നത്. അയാളുടെ അമലിന്റെയും അയാളുടെ ഇബാദത്തിന്റെയും ഭാഗമാണ് അയാളുടെ തൊഴിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ എന്താണ് എന്നതും പ്രധാനമാണ്. എല്ലാറ്റിനെയും തൊഴിലായിട്ട് കാണാൻ കഴിയില്ല. ഇബാദത്തിലും അമലിലും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് തൊഴിൽ. ഉൾപ്പെടുത്താൻ പറ്റുന്ന, അതിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഇസ്ലാം തൊഴിൽ എന്ന രീതിയിൽ പരിഗണിക്കുന്നത്. നേരത്തെ പറഞ്ഞ രീതിയിൽ ലഹരി, അതുപോലെ തന്നെ മദ്യം, ഇതിന്റെ കച്ചവടം, അതുപോലെ തന്നെ പലിശ വ്യാപാരം, അതുപോലെ ലൈംഗിക വ്യാപാരം എന്നീ പ്രവർത്തികളിലെല്ലാം ഏർപ്പെടുന്നവർ അവരെ പൊതുവെ മുതലാളിത്ത വീക്ഷണപ്രകാരം, ഭൗതിക വീക്ഷണപ്രകാരം ഓരോ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരെന്ന് പറയാറുണ്ട്. പക്ഷെ ഇസ്ലാമിക വീക്ഷണപ്രകാരം തൊഴിൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മമാവുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മമാവണം അത്. അതാണ് തൊഴിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഇബാദത്തായിട്ട് മാറണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞതാണ്. അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. അവന്റെ തൊഴിലാണെങ്കിലും അവന്റെ കച്ചവടമാണെങ്കിലും അവന്റെ ജീവിതത്തിലെ എന്ത് വ്യവഹാരങ്ങളാണെങ്കിലും അവന്റെ ഉറക്കമാണെങ്കിലും അവർക്കിടയിലുള്ള ഭാര്യാഭർത്തൃ സംസർഗമാണെങ്കിലും എല്ലാം തന്നെ അള്ളാഹുവിനുള്ള കീഴ്പ്പെടലാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ, അതല്ലെങ്കിൽ തൊഴിൽ എന്ന പേരിൽ എന്തെങ്കിലും ചെയ്യുക എന്നൊരു സമീപനമല്ല, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാവണം സത്യവിശ്വാസി നിർവഹിക്കേണ്ടത്. അപ്പോഴേ അത് ഇബാദത്തും അമലുമാകുന്നുള്ളൂ എന്ന മൗലികാശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. വരുമാനം ഹലാലായ രീതിയിലല്ല എങ്കിൽ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. യാ സഅദ് യാ സഅദ് അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിന്റെ ഭക്ഷണം നന്നാക്കണം, നല്ല ആഹാരം കഴിക്കണം, ഹലാലായ ത്വയ്യിബായ ആഹാരം കഴിക്കണം.
എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടും. സയ്യിദേ, നിന്റെ ഭക്ഷണം നന്നാക്കണം, എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എങ്കിൽ പോലും അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാവണം, തൊഴിലുകളിലാവണം നമ്മൾ ഏർപ്പെടേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തൊഴിലിനെ അള്ളാഹു തൃപ്തിപ്പെട്ടതാക്കുക എന്നതാണ് തൊഴിലാളി ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. തൊഴിലെന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല, അതല്ലെങ്കിൽ എല്ലാവരും മദ്രസാധ്യാപകരാവുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കർമ്മങ്ങളും, സർക്കാർ ജോലിയാണെങ്കിലും സർക്കാർ ഓഫീസിലെ ജോലിയാണെങ്കിലും അതല്ലെങ്കിൽ അങ്ങാടിയിലെ കച്ചവടമാണെങ്കിലും ഒക്കെ ഹലാലായിട്ടുള്ള ജോലികളാണ്, ഹലാലായിട്ടുള്ള അധ്വാനങ്ങളാണ്. അതിലൊക്കെ ഏർപ്പെടാം. ഒന്നിനെയും ഇസ്ലാം തടസ്സപ്പെടുത്തുന്നില്ല, ഒന്നിനെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. എല്ലാം ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാം ചെയ്യുന്നവരായിട്ടുള്ളവർ സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ് ഇസ്ലാം പറയുന്നത്. സഹോദരങ്ങളെ, പക്ഷെ ചെയ്യുന്ന കാര്യം അനുവദനീയമായ ജോലിയാവണം, അനുവദനീയമായ അധ്വാനമാവണം, അനുവദനീയമായ തൊഴിലാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അള്ളാഹു തൃപ്തിപ്പെട്ട തൊഴിലിനെ വലിയ മഹത്വം, എത്രയോ ഹദീസുകളിൽ അതിന്റെ മഹത്വം എങ്ങനെ ധാരാളമായിട്ട് വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു കയറെടുത്തുകൊണ്ട് ആ കയറ് ചുമന്നുകൊണ്ട് ഒരു പറമ്പിൽ പോയി കുറെ വിറക് ചുമന്ന് അതുമായിട്ട് അങ്ങാടിയിൽ വന്ന് ആ വിറക് അങ്ങാടിയിൽ വിൽക്കുകയാണ്. അതൊന്നും ഈ കാലത്തില്ല. ഈ കാലത്ത് വിറകൊക്കെ കുറവല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞതാണ് പ്രവാചകൻ. അന്നത്തെ കാലത്ത് ഒരു ഉദാഹരണം, ഒരു മനുഷ്യൻ ഒരു കയറെടുത്തുകൊണ്ട് ഒരു പറമ്പിൽ പോയി മരം മുറിച്ചിട്ട് അതല്ലെങ്കിൽ അവിടെയുള്ള വിറക് കൊള്ളികൾ ശേഖരിച്ചുകൊണ്ട്, തന്റേതായിട്ടുള്ള വിറക് കൊള്ളികൾ ശേഖരിച്ചുകൊണ്ട് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അതിലൂടെ ആരോടും ചോദിക്കാതെ അയാളുടെ അഭിമാനം അയാൾ സംരക്ഷിക്കുകയാണ്, ഒരു യാചനയുമില്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയകുഫുല്ലാഹു ബിഹാ വജിഹു, അല്ലാഹു അയാളുടെ അഭിമാനം സംരക്ഷിക്കുന്നു. ഖൈറുൽ ലഹു മിൻ യസ്അലന്നാസ അഅതൗഹു വ മനഉഹു, അതാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അയാൾക്ക് ഉത്തമം. ജനങ്ങൾ അയാൾക്ക് നൽകട്ടെ നൽകാതിരിക്കട്ടെ, ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഉത്തമം. ചെയ്യാൻ കഴിയുന്ന പണി എന്താണോ അത് ചെയ്യാം. കുറച്ച് വിറക് ശേഖരിച്ച് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അത് ചെയ്യുക. ആ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്തിരുന്ന ഓരോ പണികൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്കല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അയകുല മിൻ അമലി യദിഹി, ഒരു മനുഷ്യൻ തന്റെ സ്വന്തം അധ്വാനം കൊണ്ട് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും അയാൾ തിന്നുന്നില്ല. സ്വന്തം അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കുന്ന ആഹാരമുണ്ടല്ലോ, അതെത്ര രുചിക്കുറവുള്ളതാണെങ്കിലും അതെത്ര അളവ് കുറവുള്ളതാണെങ്കിലും അതിനോളം ഉത്തമമായിട്ടുള്ള ഒരു ആഹാരവും ഒരു ഭക്ഷണവും ഒരു മനുഷ്യനും തിന്നുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, വന്ന ദാവൂദ് അലൈഹിസ്സലാം കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദി. ദാവൂദ് അലൈഹിസ്സലാമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ട്, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് നിർവഹിക്കുന്ന അധ്വാനം കൊണ്ട് നേടിയെടുത്തതല്ലാതെ അദ്ദേഹം തിന്നൂല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് അധ്വാനിച്ചതിൽ നിന്നല്ലാതെ അദ്ദേഹം തിന്നുമായിരുന്നില്ല. അങ്ങനെ മനുഷ്യൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചതിൽ നിന്നുണ്ടാവുന്ന ഭക്ഷണമുണ്ടല്ലോ, ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആഹാരമുണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമമായ ഒരു ആഹാരവും ഒരു മനുഷ്യനും കഴിക്കുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം ഇന്ന് പല ജോലികളും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുകളില്ലാത്ത അവസ്ഥയാണ്. തെങ്ങ് കയറാൻ ആളിലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള ജോലികൾക്കൊന്നും ആളുകൾ മുന്നോട്ട് വരാത്ത ഒരു പ്രത്യേക കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക മെഷീനുകളൊക്കെ ഈ കാലത്ത് പല കാര്യങ്ങൾക്കും പല ജോലികൾക്കും യന്ത്രങ്ങൾ രൂപപ്പെട്ട കാലമാണ്. യന്ത്രങ്ങളൊന്നും എല്ലാവർക്കും എല്ലാവരും ഉപയോഗിക്കുന്നില്ല. എന്നാൽ പോലും എല്ലാവരും അലസന്മാരായി കുറെ പേര് മാറിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും എന്നല്ല, കുറെ പേര്, കൂടുതൽ ആളുകൾ അങ്ങനെ ക്രമേണ അലസന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് യന്ത്രയുഗം എന്ന് പറയുന്നത്. യന്ത്രങ്ങൾ കൂടിയപ്പോ മനുഷ്യർ കൂടുതൽ ഇങ്ങനെ അലസന്മാരായി മാറുന്ന ഒരു പ്രവണത രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് പല പണികളും നടക്കുന്നു. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇവിടെ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മാൻ
പവർ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, പല ജോലികളും ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ വലിയ പഠിപ്പുകളൊക്കെ ഉള്ള മക്കളാണ്, കൂടുതൽ വിദ്യാഭ്യാസമുള്ള മക്കളാണ്. നല്ല കാര്യമാണ് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കരുത് അവരുടെ വിദ്യാഭ്യാസത്തിന് യോജിച്ച പണി ലഭിക്കുമ്പോൾ, ജോലി ലഭിക്കുമ്പോൾ മാത്രമേ ചെയ്യൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ജോലി എന്താണോ അതിൽ കയറുക, കിട്ടുന്ന തൊഴിൽ എന്താണോ അതിൽ കയറുക എന്നുള്ളതാണ്. പിന്നീട് മെച്ചപ്പെട്ടതും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് കൂടുതൽ ഇണങ്ങുന്നതുമായ തൊഴിൽ ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കുക എന്ന് വെച്ച് അത് ലഭിക്കാത്ത കാലത്ത് ഒരു തൊഴിലും ചെയ്യാതെ ചെറുപ്പക്കാര് നമ്മുടെ മക്കൾ വീട്ടിൽ അലസരായിട്ട് കഴിഞ്ഞുകൂടുക, അതല്ലെങ്കിൽ അങ്ങനെ അലസമായി ഫോണും നോക്കിയിരിക്കുക എന്നൊരു പ്രവണത ഉണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ ആ തൊഴിൽ ഹലാലാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രം ചിന്തിച്ചുകൊണ്ട് തൊഴിലിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഈ തൊഴിൽ ദിനത്തിൽ തൊഴിലിന്റെ പ്രാധാന്യം ഗൗരവത്തിൽ ചിന്തിക്കുക, തൊഴിലാളി ദിനത്തിൽ തൊഴിലിന്റെ പ്രാധാന്യം കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ തൊഴിലാളിക്ക് ധാരാളം അവകാശങ്ങളുണ്ട്, തൊഴിലാളിക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മളതൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും, പ്രവാചക വചനങ്ങൾ എന്ന രൂപത്തിൽ. പക്ഷെ എത്രത്തോളം അതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തൊഴിലാളിയുടെ അവകാശങ്ങൾ സഹോദരങ്ങളെ, തൊഴിലെടുക്കുന്നതിന് മുമ്പ് അയാളുടെ പ്രതിഫലം, അയാളുടെ കൂലി, അയാളുടെ ശമ്പളം എത്രയാണെന്ന് കൃത്യമായി നിർണയിക്കണം എന്നുള്ളതാണ്. 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅജർത അജീറൻ, നിങ്ങളൊരു തൊഴിലാളിയെ നിയമിക്കുകയാണെങ്കിൽ ഫഅലിമുഹു അജ്റഹു, അയാളുടെ കൂലി അയാൾക്ക് അറിയിച്ചു കൊടുക്കണം, അയാളുടെ ശമ്പളം അയാൾക്ക് അറിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചെറിയൊരു കടയിൽ നമ്മളൊരു സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ പോലും അതും ഒരു തൊഴിലാളിയാണല്ലോ. അയാളോടും പറയണം, നിന്റെ ശമ്പളം എത്രയാണെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ സന്നദ്ധനാണ് എന്ന മനസ്സോടുകൂടിയാണ് തൊഴിലാളി വരുന്നതെങ്കിലും സ്റ്റാഫ് വരുന്നതെങ്കിലും സഹോദരങ്ങളെ, നിന്റെ ശമ്പളം, താങ്കളുടെ ശമ്പളം ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് നിർണയിച്ച് നേരത്തെ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് അയാളുടെ അവകാശമാണ്. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ച കാര്യമാണ്. ശമ്പളം അതല്ലെങ്കിൽ കൂലി നിശ്ചയിച്ചാൽ മാത്രം പോരാ, കൃത്യസമയത്ത് അത് നൽകുകയും വേണം. അതാണ് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്ന പ്രവാചക വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖഹ്. ലോകത്ത് എത്രയോ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, പക്ഷെ ഇതിന് തുല്യമായിട്ടുള്ള ഒരു വചനം എനിക്ക് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. എന്തുമാത്രം മനോഹരവും ആശയ സമ്പന്നവുമാണ് ഈ വചനം. അയത്തുൽ അജീറ അജ്റഹു, നിങ്ങളെ തൊഴിലാളിക്ക് അയാളുടെ ശമ്പളം കൊടുക്കണം. ഖബ്ല അൻ യജിഫ അറഖഹു, അയാളുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, തൊഴിലാളിക്ക് അയാളുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അയാളുടെ ശമ്പളം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് വലിയ ശിക്ഷയ്ക്ക് നിങ്ങളെ വിധേയരാക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, മൂന്നാളുകൾ, ആ മൂന്നാളുകളോട് പരലോകത്ത് ഞാൻ തർക്കിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ മൂന്നാളുകളിൽ ഒരാൾ റജുലുൻ അയ്താ ബി ഖദറ, എന്റെ പേരിൽ ഒരാൾ കരാറ് നടത്തി എന്നിട്ട് അയാൾ വഞ്ചന ചെയ്തു. കരാറ് നടത്തിയിട്ട് വഞ്ചിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നാളെ പരലോകത്ത് ഞാൻ തർക്കിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. രണ്ടാമത്തെ ആളാരാ? വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല സമന, അടിമയാണെന്ന് പറഞ്ഞ് സ്വതന്ത്രനെ വിറ്റു. അടിമകളുടെ കാലമാണ് പഴയ കാലം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലമല്ല. അന്നത്തെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അടിമയാണെന്ന് പറഞ്ഞ് സ്വതന്ത്രനെ വിറ്റു ഒരാളെ വഞ്ചിക്കുകയും ഫഅകല സമന, അതിന്റെ വില അയാൾ തിന്നുകയും ചെയ്തു, ഇയാളോട് നാളെ പരലോകത്ത് ഞാൻ തർക്കിക്കും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ അജീറൻ ഫസ്തൗഫാ മിൻഹു, ഒരു മനുഷ്യൻ ഒരു തൊഴിലാളിയെ നിശ്ചയിച്ചു എന്നിട്ട് ഫസ്തൗഫാ മിൻഹു, അയാളെ കൊണ്ട് ചെയ്യാനുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിച്ചു, എന്നിട്ടും വലം യൂഫിഹി അജ്റഹു, അയാളുടെ പ്രതിഫലം, അയാളുടെ ശമ്പളം കൊടുത്തില്ല. തൊഴിലാളിയോട് ചെയ്യാനുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം ശമ്പളം കൊടുക്കാത്ത മനുഷ്യനോട് നാളെ പരലോകത്ത് ഞാൻ തർക്കിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെറിയ കടകൾക്ക് മാത്രം ബാധകമായ കാര്യമായിട്ട്
ഇതിനെ മനസ്സിലാക്കാൻ പാടില്ല. വലിയ കമ്പനികൾക്കും ഇത് ബാധകമാണ്. തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കൃത്യമായ സമയത്ത് നൽകണം. അത് ദീനിയായ ബാധ്യതയാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ പരലോകത്ത് ശക്തമായ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇക്കാലത്തും അത് കൂടുതൽ ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയാണ്, ക്രൈസിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളിക്ക് അയാളുടെ ശമ്പളം മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തൊഴിലാളിയോടുള്ള ഇത്തരം ബാധ്യതകൾ നമ്മുടെ കടയിലും കമ്പനിയിലും ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിചാരകരായി വേലക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സർവൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കും ബാധകമാണ്. ഈ തൊഴിൽ നിയമങ്ങളൊക്കെ അവർക്കും ബാധകമാണ്, ഇസ്ലാമികമായി ബാധകമാണ്. സഹോദരങ്ങളെ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൊഴിലാളിക്ക് അയാളുടെ ശമ്പളം മാത്രം കൊടുത്താൽ പോരാ, അയാളോട് നല്ല നിലയിൽ പെരുമാറുകയും വേണം. ശമ്പളം സമയത്തിന് കൊടുത്താൽ മാത്രം പോരാ, അയാളോട് നല്ല നിലയിൽ പെരുമാറുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ. ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഒരു സഹോദരൻ ജോലി ചെയ്യുന്നുവെങ്കിൽ അയാൾ ശ്രദ്ധിക്കണം. ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ, അയാൾ തിന്നുന്നതിൽ നിന്ന് തന്റെ സഹോദരനെയും അയാൾ തീറ്റിപ്പിക്കണം. വൽയൽബിസ്ഹു മിമ്മാ യൽബസ്, അയാൾ ധരിക്കുന്നതിൽ നിന്ന് തന്റെ സഹോദരനെയും അയാൾ ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അയാൾക്ക് താങ്ങാൻ കഴിയാത്തത്, ആ സഹോദരന് താങ്ങാൻ കഴിയാത്തത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അയാൾക്ക് ചെയ്യാൻ കഴിയാത്തത്, അയാൾക്ക് ശാരീരികമായി താങ്ങാൻ കഴിയാത്തത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഫൈൻ കല്ലബ്തുമൂഹും മാ യഗ്ലിബുഹും, ഇനി താങ്ങാൻ കഴിയാത്തത് ചെയ്യിപ്പിക്കേണ്ടുന്ന നിർബന്ധിത സാഹചര്യം വരികയാണെങ്കിൽ ഉടമസ്ഥനോട് പറയാണ്, ഫഈനൂഹും, അയാളെ നിങ്ങൾ സഹായിക്കണേ, അയാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ, നിങ്ങൾ കൂടി സഹായിച്ചുകൊണ്ട് ആ ജോലി പൂർത്തീകരിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ നമ്മുടെ സേവകർ, നമ്മുടെ തൊഴിലാളികൾ, അവരിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന, അവരും മനുഷ്യരാണല്ലോ, ചെറിയ വീഴ്ചകൾ, അതിൽ വിട്ടുവീഴ്ച ചെയ്യാനും പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്ന, ഒരു ശിഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ എത്ര പ്രാവശ്യമാണ് എന്റെ പരിചാരകനെ, എന്റെ സേവകനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ല യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്താലും അധികമാവില്ല. എല്ലാ ദിവസവും 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനേ സമയം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതാണ് സ്വീകരിക്കേണ്ട നിലപാട്. അത് പറയുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാവർത്തികമാക്കുകയായിരുന്നു. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, റസൂലുള്ളാഹിന്റെ സേവകനായി ഞാൻ 10 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ സേവകനായി 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് സ്വഹാബി വര്യനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. തുടർന്ന് അദ്ദേഹം പറയാണ്, ഫമാ ഖാല ലി ഉഫിൻ, ഈ 10 കൊല്ലത്തിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല, ഛേ എന്ന് പറഞ്ഞിട്ടില്ല. വലിമ സനഅത, എന്തിനാണ് അനസേ നീ അങ്ങനെ ചെയ്തത്? വലാ അല്ലാ സനഅത, നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്നൊന്നും പ്രവാചകൻ ആ 10 കൊല്ലത്തിനിടയ്ക്ക് സേവകനായ പ്രവാചകന്റെ സർവന്റായ എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള സ്വഹാബി വര്യൻ പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്റെ അത്രയ്ക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ പോലും സഹോദരങ്ങളെ, അനാവശ്യമായി നമ്മുടെ സേവകരോട്, നമ്മുടെ തൊഴിലാളികളോട് ദേഷ്യപ്പെടാതിരിക്കാൻ, പ്രകോപിതരാവാതിരിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പരിഗണന, വലിയ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇബ്നു ഹിബാൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖഫഫ്ത അലാ ഖാദിമിക മിൻ അമലിഹി കാന ലക അജ്റൻ ഫീ മബാസിനിക്, നിന്റെ സഹോദരൻ, നിന്റെ സേവകൻ, അയാൾക്ക് നീ ജോലി ഭാരം ലഘൂകരിച്ചു കൊടുത്താൽ കാന ലക അജ്റൻ ഫീ മവാസിനിക്, നിന്റെ തുലാസിൽ നാളെ നിനക്കത് പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും. നാളെ നിന്റെ തുലാസിൽ, നിന്റെ മീസാനിൽ നിനക്ക് പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും. എന്ത്? നിന്റെ സേവകന് നീ ജോലി ഭാരം ലഘൂകരിച്ചു കൊടുത്താൽ അത്, സഹോദരങ്ങളെ, വലിയ പുണ്യമുള്ള കാര്യമാണ്.
തൊഴിലാളിയോടുള്ള ബാധ്യതകൾ, തൊഴിലാളിയോട് ഉടമസ്ഥരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തൊഴിലുടമകളായ ആളുകൾ തൊഴിലാളികളോട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ച സഹോദരങ്ങളെ. ഉടമസ്ഥരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ തൊഴിലാളികൾക്ക് അവകാശം മാത്രം അല്ല ഉള്ളത്. തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് മാത്രം പറയുന്ന ദിനമായിട്ട് മെയ് ദിനം കാണാൻ പാടില്ല, തൊഴിലാളിയുടെ ദിനവും കാണാൻ പാടില്ല. തൊഴിലാളികളുടെ ബാധ്യതകളും മനസ്സിലാക്കണം. അങ്ങനെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പന്നമായ, അതോടൊപ്പം തന്നെ സന്തുഷ്ടമായ ഒരു സമൂഹം രൂപപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും സംഘട്ടനങ്ങളിലും മാത്രമായിട്ട് കഴിഞ്ഞുകൂടുക എന്നൊരു കാഴ്ചപ്പാടിനെ അല്ല മുന്നോട്ട് വെക്കുന്നത്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ വേണ്ടുവോളം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ തൊഴിലാളികളാണെങ്കിലും അവർക്കും ബാധ്യതകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൊഴിലാളിയുടെ ബാധ്യത എന്താണ്? ഒന്നാമത്തെ ബാധ്യത വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തൊഴിലുടമയെ വഞ്ചിക്കാതിരിക്കുക എന്നതാണ് അയാളുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. ഒരു കടയിലെ ജീവനക്കാരനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അയാൾ വിശ്വസ്തനാവണം. ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബതിസ്തജിറുഹു. പ്രവാചകൻ ഷുഐബ് അലൈഹിസ്സലാമയുടെ ഒരു മകൾ അദ്ദേഹത്തോട് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, പ്രിയ പിതാവേ, അയാളെ താങ്കൾക്ക് ഒരു കൂലിപ്പണിക്കാരനായി സ്വീകരിക്കാവുന്നതാണ്. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. അയാൾ ശക്തനാണ്, അയാൾ വിശ്വസ്തനാണ്. അതുകൊണ്ട് അയാൾ കൂലിക്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമനായ ആളാണ്. അയാൾ ശക്തനാണ്, അതോടൊപ്പം തന്നെ അയാൾ വിശ്വസ്തനാണ്. അയാൾക്ക് ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ, യഥാർത്ഥത്തിൽ തൊഴിലാളി വിശ്വസ്തൻ കൂടിയാവണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് മുതലാളിയെ പറ്റിച്ച്, അറബിയെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൾഫിൽ മാത്രമല്ല നാട്ടിലുമുണ്ട് അത്തരക്കാരായിട്ടുള്ള ആളുകൾ. കടകളിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെ തൊഴിലുടമ അറിയാതെ കുറെ പണമൊക്കെ സ്വന്തമാക്കുന്നവർ. പിന്നെ ഒരു പ്രത്യേക ഘട്ടമാകുമ്പോഴാണ് തൊഴിലുടമ ശ്രദ്ധിക്കുന്നത്. അപ്പൊ തൊഴിലുടമക്ക് അയാൾ ഒഴിവാക്കേണ്ടി വരികയാണ്. വിശ്വസ്തത നഷ്ടപ്പെടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൊഴിലാളിയുടെ പ്രഥമ ഗുണം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അയാൾ തൊഴിലുടമയെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. വഞ്ചന കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൂതനെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തുകളെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഒരു കടയിൽ തൊഴിലുടമ അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട്, അയാളുടെ സ്റ്റാഫായിട്ട് നിങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ കമ്പനി ഉടമ നിങ്ങളെ ആ കമ്പനിയിൽ ജോലിക്കാരനായി നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാർ യഥാർത്ഥത്തിൽ ഒരു ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഉദ്യോഗം നൽകിയിട്ടുള്ളതും ആ അടിത്തറയിൽ തന്നെയാണ്, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തൊഴിലുടമകളോടൊന്നും വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അത് കാപട്യത്തിന്റെ അടയാളമാണ്, അത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. തൊഴിലാളിക്ക് തൊഴിലുടമയോട് ഗുണകാംക്ഷ വേണം. വിശ്വസ്തത മാത്രം ഉണ്ടായാൽ പോരാ, തൊഴിലാളിക്ക് തൊഴിലുടമയോട് ഗുണകാംക്ഷ വേണം. വിശ്വസിച്ച കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം, ഉത്തരവാദിത്ത ബോധം വേണം. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. ഒരുപക്ഷേ നമ്മൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ മെയ് ദിനത്തിൽ തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രമേ കേൾക്കുന്നുണ്ടാവൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിലാളിയുടെ അവകാശം. നമ്മളും ആദ്യമായിട്ട് പറഞ്ഞ തൊഴിലാളിയുടെ അവകാശങ്ങൾ സംബന്ധിച്ചാണ്. പക്ഷേ തൊഴിലാളിക്കും അവകാശങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും എന്നതുപോലെ ബാധ്യതകൾ തൊഴിലാളിക്കുമുണ്ട് എന്നുള്ളതാണ്. അയാൾ വിശ്വസ്തനാവുക എന്നതോടൊപ്പം തൊഴിലുടമയോട് അയാൾ ഗുണകാംക്ഷയുള്ളവനായിരിക്കണം, അയാൾ ഉത്തരവാദിത്ത ബോധമുള്ളവനായിരിക്കണം. ഒരു മനുഷ്യൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഇദാ നസഹ ലി സയ്യിദിഹി, അയാളുടെ നേതാവിനോട്, അയാളുടെ തൊഴിലുടമയോട് ഗുണകാംക്ഷയുള്ളവനായാൽ, വഅഹ്സന ഇബാദത്തല്ലാഹ്, അതോടൊപ്പം അല്ലാഹുവിനുള്ള ഇബാദത്ത് അയാൾ നന്നാക്കുകയും ചെയ്തു, നല്ല നിലക്ക് അല്ലാഹുവിനുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നു, അതോടൊപ്പം അയാളുടെ തൊഴിലുടമയോട് ഗുണകാംക്ഷയുള്ള മനുഷ്യനുമാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലഹു അജ്റുഹു മറത്തൈൻ, അയാൾക്ക് 2 പ്രാവശ്യം പ്രതിഫലമുണ്ട്. അയാൾ തൊഴിലുടമയെ ഗുണകാംക്ഷയോടെ സേവിച്ചതിനുള്ള പ്രതിഫലവുമുണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിനുള്ള പ്രതിഫലവുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതോടൊപ്പം റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖായിനുൻ സയ്യിഉൽ മലക, ലാ യദ്ഖുലുൽ ജന്നത ഖായിൻ, വഞ്ചകന്മാർ, വിശ്വാസവഞ്ചന നടത്തുന്ന ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സയ്യിഉൽ മലക, കെടുകാര്യസ്ഥരുമായിട്ടുള്ള ആളുകൾ, കെടുകാര്യസ്ഥരായിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്ത ബോധമില്ലാതെ തൊഴിലുടമയോട് ഇടപഴകുന്ന ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ തൊഴിലാളി ദിനത്തിൽ ഇസ്ലാമികമായ അടിത്തറയുള്ള ചില കാര്യങ്ങളാണ് നാം പങ്കുവച്ചത്. അതിലൊന്ന്, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. തൊഴിലാളിക്ക് ധാരാളം അവകാശങ്ങളുള്ളതായി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ കൂലി എത്രയാണെന്ന് അറിയാനുള്ള അവകാശമാണ് ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത്. വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് ശമ്പളം നേടാനുള്ള അവകാശമാണ് മറ്റൊന്ന്. ഇതെല്ലാം തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. തൊഴിലാളികൾക്ക് ശമ്പളം മാത്രം നൽകിയാൽ പോരാ, അവരോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കാനും ഉടമസ്ഥര് ബാധ്യസ്ഥരാണ്. അതുപോലെ തൊഴിലാളികളും ഉടമസ്ഥരോട്, തൊഴിലുടമകളോട് ഗുണകാംക്ഷയുള്ളവരും അതുപോലെ തന്നെ വിശ്വസ്തരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഈ തൊഴിൽ ദിനത്തിൽ, ഈ മെയ് ദിനത്തിൽ ഇത്തരം ആശയങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അള്ളാഹു കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ ബലി പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബലി പെരുന്നാളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃത നമസ്കാരം കഴിഞ്ഞാൽ നമുക്കറിയാം ബലിയറുക്കുക എന്നുള്ളതാണ്, ഉളുഹിയ്യ നിർവഹിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ വർഷത്തെ നമ്മുടെ മസ്ജിദിലെ ഉളുഹിയ്യ വിഹിതം, നമ്മുടെ ജമാഅത്തിലെ ഉളുഹിയ്യ വിഹിതം 12,000 രൂപയാണ്. ഒരു വിഹിതം 12,000 രൂപയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉരുക്കളെയൊക്കെ നേരത്തെ തന്നെ വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും സമയം വൈകാതെ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ധൃതിയിൽ തന്നെ ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ കൂടുതൽ സജ്ജരായിട്ടില്ല എങ്കിൽ അവസാനമാകുമ്പോഴേക്ക് പണം ലഭിക്കാത്ത, നമുക്ക് ഉരുക്കളയും ലഭിക്കാത്ത ഒരവസ്ഥയും സാഹചര്യവും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് 12,000 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഖ്യയൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന ഒരു നിയ്യത്തോടു കൂടി തന്നെ എല്ലാവരും ഈ ഒരു സംരംഭത്തിലേക്ക്, സഹോദരങ്ങളെ, ഈ ഒരു സംരംഭത്തിലേക്ക് സജീവമായി സഹകരിക്കണം, ഷെയർ എടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ചില സഹോദരങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അതായത് നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നഖമോ നമ്മുടെ മുടിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നേരത്തെ ഷെയർ കൊടുത്താൽ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്ന ചില സഹോദരങ്ങളുണ്ട് എന്ന് കേട്ടു. ഏതായാലും നമ്മുടെ ഖുതുബ ശ്രവിക്കുന്ന സഹോദരങ്ങൾ അങ്ങനെയാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എല്ലാ വർഷവും നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം നൽകാൻ
നൽകാറുണ്ട്. അതായത് ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രം ബാധകമാവുന്ന കാര്യമാണ്. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ ഷെയർ കൊടുത്തു എന്നതുകൊണ്ട് നമ്മുടെ മുടി നീക്കം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ നഖം നീക്കം ചെയ്യുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ല. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മാസപ്പിറവി ദർശിച്ചു എന്ന ആ വിവരം, ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചു എന്ന വിവരം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ നഖം നീക്കം ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ മുടി നീക്കം ചെയ്യാൻ പാടില്ല എന്ന ഹദീസൊക്കെ അപ്പോഴാണ് ബാധകമാവുന്നത്. ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ ബാധകമാവുന്ന കാര്യമാണ്. നേരത്തെ ഷെയർ കൊടുക്കുന്നതിന് അതൊരു തടസ്സമാവേണ്ടതില്ല. നമ്മുടെ ദുൽഹജ്ജ് മാസത്തിന് ശേഷം അതല്ലെങ്കിൽ ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് സജീവമായിട്ട് എല്ലാവരും ഷെയർ ചേർന്നുകൊണ്ട് ഈ സംരംഭവുമായി സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവാനും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യാനും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കാനും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാനും റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം അല്ലാഹു ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് തഖ്വയും ഈമാനും അവർക്കും നമുക്കും അല്ലാഹു തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിൽ സാഹചര്യങ്ങളും അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക്, യുവതലമുറയ്ക്ക് അല്ലാഹു തആല പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലും ഇറാനിലും എന്ന് മാത്രമല്ല ലോകത്തുടനീളമുള്ള ദുർബല സമൂഹങ്ങളെ, മർദ്ദിത സമൂഹങ്ങളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഈമാനികമായ കരുത്ത് അല്ലാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പെരടികളെ പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ യുവതി യുവാക്കൾ വിവാഹപ്രായമായിട്ടും വിവാഹം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ മംഗല്യം അനുയോജ്യരായ ഇണകളെ കൊണ്ട് സാക്ഷാത്കരിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാ പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനകോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. എല്ലാ നിയ്യാത്തുകളെയും പൂർത്തീകരിച്ച് തരയണമേ നാഥ. അല്ലാഹുമ്മ റദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.